ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിന്ന് എടുത്ത് ദൂരെ കളയണം, ദൂരെ എറിഞ്ഞു കളയണം. ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പഠിച്ച് ഞാൻ സാറിനെ കുറിച്ചും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് മുമ്പ് ഒരാൾ ഇറങ്ങിയായിരുന്നു, PJ ജോസഫ്, പിണറായി വിജയൻ, പ്രതിപക്ഷത്തുള്ള ആളുകളും. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരല്ലേ മതില് കിട്ടിയത്. അതൊന്നും ശാരിക കണ്ടില്ല. അതൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞത് ഇത്ര നേരം ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിനൊത്ത് ഉയരാത്തതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത, ഇതുവരെ പൊട്ടാത്ത ഒരു കല്ല് പോലും അടർന്നു വീഴാത്ത ഡാമിനെ കുറിച്ചല്ലേ സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇത്ര അടിമകളായിട്ട് ഈ നാട്ടിലെ ജനം ജീവിക്കുന്നത്? മാനാഭിമാനത്തോടെ ജീവിച്ചുകൂടെ? അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ. അതിന് എന്ത് പ്രതിബന്ധം വന്നാലും എനിക്കൊരു ചുക്കൂല. കാരണം ഈ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ 2018 പ്രളയം, അത് പ്രകൃതി ദുരന്തമാണോ? പ്രളയം പ്രകൃതി ദുരന്തമല്ലേ? അല്ല, പിന്നെന്താണ്? മലയാളികളെ കുറിച്ച് അറിയാലോ അല്ലെ? തമിഴിന്റെ അത്രയും ബുദ്ധിയില്ലാത്ത ഒരു വർഗം ആണോ? മനുഷ്യൻ മരിക്കും, മനുഷ്യനിർമ്മിതങ്ങളായ സകലതും നശിക്കും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവിയോറ. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ മിസ്റ്റർ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറാണ്. വെൽക്കം ടു ദ ഷോ. നമ്മൾ മുല്ലപ്പെരിയാറാണ് ഇന്നിപ്പോൾ മൊത്തം ലോകം മുഴുവനും കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും ചർച്ചാ വിഷയമായിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം മുല്ലപ്പെരിയാറാണ് ചർച്ചാ വിഷയം. മുല്ലപ്പെരിയാർ പൊട്ടുമോ, അല്ലെങ്കിൽ പൊട്ടും, ഇപ്പോൾ പൊട്ടും, ജലബോംബാണ്, ഹിരോഷിമയിലിട്ട അണുബോംബിനെക്കാളും 150 മടങ്ങ് പൊട്ടും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള, അതായത് എവറി ഡേ നമ്മൾ എടുത്ത് നോക്കുമ്പോഴേക്കും, അതായത് ഒരു ഫോൺ തുറന്നു നോക്കിയാൽ രാവിലെ കാണുന്ന വാർത്ത, ഇന്നിപ്പോൾ വയനാട് ദുരന്തത്തെക്കാൾ കൂടുതൽ കാണുന്ന വാർത്ത മുല്ലപ്പെരിയാറിൻ്റെ പൊട്ടുന്ന ഉള്ളൊരു വാർത്തയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കെയോസ്, അതായത് ഇങ്ങനൊരു ദുരന്ത വാർത്തകൾ ദിവസവും സൃഷ്ടിക്കുന്നത് അതൊരു മോശമായിട്ടുള്ള ഒരു രീതിയല്ലേ സാർ? കാരണം എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ്? ശരിയാണ് സാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, എന്നിരുന്നാലും എല്ലാ ദിവസവും ഈ ദുരന്ത സമയത്ത് ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുന്ന കേരളീയരോട് ഇത് പൊട്ടുമെന്ന് എല്ലാ ദിവസവും പറയുന്നത് ഒരു ശരിയായ രീതിയാണോ? സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അമ്മയുടെ കയ്യിലൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, കിണറിൻ്റെ പക്കത്ത് പോയി അമ്മ ഇങ്ങനെ നിന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആ കുട്ടി കിണറ്റിലേക്ക് വീണ് ഓക്കെ, അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും? അവർ കരയും, അല്ലെങ്കിൽ അവർ അലമുറയിടും, അലറി വിളിക്കും, എൻ്റെ കുട്ടി കിണറ്റിൽ പോയി ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ എന്ന്. ഇതാണ് എൻ്റെ അവസ്ഥ. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ കുട്ടി കിണറ്റിൽ പോകുന്ന ആ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അതാണ് സംഭവിക്കുക എന്നൊരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് അമ്മ അലർന്ന പോലെ അലറാനേ പറ്റൂ. പക്ഷെ ഇങ്ങനെ അലറുമ്പോൾ, അതായത് ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം ഇത്ര വർഷത്തെ പഴക്കം, 128 വർഷത്തോളം, 130 വർഷത്തോളം പഴക്കം. അവർ പറഞ്ഞ പഴക്കം എന്ന് പറഞ്ഞാൽ 50 വർഷമാണ്. 1886 കമ്മീഷൻ ചെയ്യുമ്പോൾ, അതായത് 50 വർഷത്തെ കാലാവധിയോടുകൂടി തുടങ്ങിയ ഒരു ആദ്യത്തെ അണക്കെട്ടുകളിലൊന്ന്. നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിൽ 80ഓളം അണക്കെട്ടുകളുണ്ട് അല്ലെ? ശരിക്കും 84. അതെ, അതിൽ എനിക്കൊന്ന് ജലസേചന വകുപ്പിന്റെ കയ്യിൽ തന്നെ 40ഓളം ഉണ്ട്. അങ്ങനെ അണക്കെട്ടുകളാൽ സമൃദ്ധമായ ഒരു നാടാണ് കേരളം. മുല്ലപ്പെരിയാർ ആദ്യത്തെ അണക്കെട്ടാണ് കേരളത്തിലെ. ആ ആദ്യത്തെ അണക്കെട്ട് അത്രയും അധികം ശ്രദ്ധയോടുകൂടി നിർമ്മിച്ച ഒരു വലിയ അണക്കെട്ട്, ഇത്ര അടി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട്. ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും 70+ ഇയേഴ്സ് അത് കൂടി. അതായത് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞും 70 വർഷങ്ങൾക്ക് അപ്പുറവും അത് പോയിരിക്കുന്നു. അപ്പോഴും അതൊരു ജയന്റ് ആയിട്ട്, ഒരു ബാഹുബലിയെ പോലെ അത് നിൽക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അത് പൊട്ടാത്തതിന് പൊട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് എന്തിനാണെന്നാണ്? വെറുതെ കിടന്നുറങ്ങുന്ന ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ്? ശാരിക പറഞ്ഞല്ലേ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ അണക്കെട്ടാണെന്ന്. കേരളവും പെരിയാർ, അതെ.
പക്ഷെ 1435 ഒരു അണക്കെട്ട് ഇടുക്കിയിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓ, ഇടുക്കിയിലൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഉം, ആ അണക്കെട്ട് തകർന്നു. ഉം, അവിടെ ഈ ഇടുക്കിയിൽ ചില എക്സ്കവേഷൻസ് നടന്നപ്പോൾ 2000 വർഷം പഴക്കമുള്ള റോമൻ നാണയങ്ങൾ 20 അടിക്ക് താഴെ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഉം, പിന്നെ ഈ പണ്ട് ഈ എന്താണ് മൃതദേഹം സംസ്കരിക്കാനായിട്ട് ഒരു തരം എന്താണ് പറയുക, ഒരു ഭരണി, ഓക്കെ, അതിനൊരു പ്രത്യേക പേരുണ്ട്. ഉം, അത്തരം ഭരണികൾ നിരനിരയായിട്ട് മൃതദേഹങ്ങളെ സംസ്കരിച്ചതായിട്ട് ഒറ്റ സമയത്ത് കുട്ടികൾ, പല പ്രായത്തിലുള്ളവർ ഉം, നിരനിരയായിട്ട് ഒരു എക്സ്കവേഷനിൽ കിട്ടിയിട്ടുണ്ട്. ഉം, അപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ പ്രൂഫ് ചോദിച്ചാൽ എൻ്റെ അടുത്തില്ല കേട്ടോ. ഈ അതിനെക്കുറിച്ച് പല ഗവേഷകരുടെ അടുത്തും അതിൻ്റെ പ്രൂഫുണ്ട്. ഉം. എൻ്റെ അടുത്തില്ല ഏതായാലും. ഇല്ല. അപ്പോൾ 1435 അവിടെ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് കെട്ടിയ ഒരു ഡാം തകർന്നിട്ടുണ്ടെന്നും ഭൂമികുലുക്കം ഉണ്ടായെന്നും ആണ് ഒരു ഇൻഫറൻസ്. ഉം. അപ്പോൾ ഇതിനു മുമ്പും കേരളത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് കൂടാതെ 1900 പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 1900 അതധികം ദൂരെയല്ല, ഉം. 6.1 വരുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. ആ. അതിൻ്റെ അലയൊലികൾ കൊച്ചി വരെ എത്തിയായിരുന്നു. ഉം. ആ ഭൂകമ്പം അടുത്ത 6 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യുന്ന സീസ്മോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ഉം. അപ്പം അതൊന്ന്. പിന്നെ സുപ്രീം കോടതി ചോദിച്ചില്ലേ, ഉം. 2017 ഞാൻ കൊടുത്ത കേസിൽ 2018 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയാണ് ചോദിച്ചത്, ഒരു പഴയ ഡാമിന് പകരം ഒരു പുതിയത് ഉണ്ടാക്കി കൂടെയെന്ന്. ആരോടൊക്കെ ചോദിച്ചത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് യു റൈസ് ടു ദ ഒക്കേഷൻ, എന്താണ് നിങ്ങൾ സന്ദർഭത്തിനൊത്ത് ഉയരാത്തത്? ഉം. ഇത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ചോദിച്ചതാണ്. അപ്പോൾ പരമോന്നത നീതിപീഠമാണോ ഇവിടെ ജനങ്ങളെ പാനിക്കാക്കുന്നത്? പഴയ ഡാം വരെ പുതിയ ഡാം പണിയണം, പണിതാൽ എന്താ കുഴപ്പം? പിന്നെ നിങ്ങളിതിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാണോ? നിങ്ങളെന്താണ് സന്ദർഭത്തിന് ഉയരാത്തത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയം തോന്നൂലേ? ഇത് സുപ്രീം കോടതി ചോദിച്ചതാണ്. ഓക്കെ. ഇനി നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷത്തുള്ള ആളുകൾ, സകല ആൾക്കാരും കൂടി മനുഷ്യ മതിൽ സൃഷ്ടിച്ചില്ലേ, മുല്ലപ്പെരിയാർ തകരുന്നു സൃഷ്ടിച്ചിരുന്നു ഇല്ലേ? ഉം. ഇവർക്കൊക്കെ ബോധ്യമുണ്ട് ഉം. ഡാം തകരുമെന്ന്, അതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്തത്. ഉം. പക്ഷെ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, 1400-കളിൽ ഭൂകമ്പം ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഭൂകമ്പം ഉണ്ടായി, ഇങ്ങനെ മനുഷ്യർ 20 അടിയോളം താഴ്ചയിൽ നിന്ന് മനുഷ്യ മൃതദേഹങ്ങൾ കിട്ടി. ഓക്കെ, ഫൈൻ, അതൊരു ഫാക്ട് തന്നെയാണ്. പക്ഷേ ഭൂകമ്പം ഉണ്ടായാൽ തകരാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത്? ഒന്നുമില്ല. ഭൂകമ്പം ഉണ്ടായാൽ അത് മുല്ലപ്പെരിയാർ എന്നല്ല, ഇടുക്കി എന്നല്ല, മൊത്തം തകരും. അതൊരു നഗ്ന സത്യമാണ്. അപ്പൊ അത് പേടിച്ച് നമുക്ക് ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് എടുത്ത് മാറ്റി കളയാൻ പറ്റും. മുല്ലപ്പെരിയാർ തകർത്ത് കളയാൻ പറ്റും. തമിഴ്നാടിന് വെള്ളം കൊടുക്കാനായിട്ട് എന്തോരം വഴികളുണ്ട്. ഈ പറയുന്ന തമിഴ്നാട് അവരുടെ ഒരു 5 ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ അവർ ഈ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊടുത്തില്ല 5 ജില്ലകളില്ല എന്നാണ് അവർ കരുതുന്നത്. അവരുടെ കൃഷിയും അവർക്ക് കൊണ്ടുപോകുന്ന അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ മുല്ലപ്പെരിയാറിൽ നിന്നാണല്ലോ വൈഗ നദിയിലൂടെ വെള്ളം എടുക്കുന്നവര്. അവർ ഒരു പ്രാവശ്യം കൃഷി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, പിന്നെ കാര്യമായ ഉപയോഗമൊന്നും അവരില്ല. അവർക്കിപ്പോൾ വെള്ളം വേണ്ട. തമിഴ്നാടിന്റെ ഈ 5 ജില്ലകളും നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന ജില്ലകളാണ്. ഇപ്പൊ അവർ വെള്ളം കൊണ്ടുപോകില്ല, അവർ കൊണ്ടുപോകുന്നത് ഏപ്രിലാണ്. അത്രയും നാൾ വെള്ളം വേണ്ട. പക്ഷെ അവര് പലവട്ടമായിട്ട് മുല്ലപ്പെരിയാറിനെ 2014-ലും 2017-ലും ഒക്കെ ബലപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഏതാണ്ട് ഒരുപാട് കോടി രൂപ, 50 കോടി 30 കോടിക്ക് അടുത്ത് മുടക്കി ചെയ്തു എന്നാണല്ലോ അവർ സുപ്രീം കോർട്ടിൽ. നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ആയിട്ട് വെറും ബുദ്ധിയില്ലാത്തവരായോണ്ട്. അല്ല, ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെയാണ് അല്ലെ, പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അതിൽ കേരളീയരായാലും തമിഴ്നാട്ടുകാരായാലും ജനങ്ങളുടെ ജീവൻ സുപ്രീം കോർട്ടിന് ഒന്ന് തന്നെയല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് തമിഴ്നാട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വിജയിക്കുന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ട് തോറ്റു പോകുന്നു? കേരളം നമ്മൾ തോറ്റു കൊടുക്കുന്നതാണെങ്കിലോ?
അത്രയ്ക്ക് ജനദ്രോഹികളാണോ നമ്മുടെ സർക്കാരുകൾ, അല്ലെങ്കിൽ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാർ എന്നാണ് സാർ പറയുന്നത്? അല്ലേ? അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു പഴയ ഡാമിന് വരെ പുതിയത് പണിത് എന്താന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പണിയാന്നല്ലേ പറയണ്ടേ? നമ്മൾ പഴയതൊക്കെ മാറ്റി പുതിയതാക്കില്ലേ? പിന്നെ ഡാം മാത്രം എന്തിനാണ് പഴയ? അല്ല, ഡാം ശാക്തീകരിക്കാനുള്ള അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനുള്ള ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്താൽ പോരെ? എന്തിനാണത് ഇത്ര? അല്ലെങ്കിൽ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, 999 വർഷത്തേക്ക് പാട്ടക്കാർ എഴുതിയതാണ് ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അന്നത്തെ രാജാവിൽ നിന്ന്. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു 1947. അന്നത്തെ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാ ഉടമ്പടികളും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോഴും നമ്മളും ഈ തമിഴ്നാടുമായിട്ടുള്ള ഉടമ്പടി ക്യാൻസലായി കിടക്കുവാണെങ്കിൽ പോലും 1971 അച്യുതമേനോന്റെ സർക്കാർ പിന്നെയും ഉടമ്പടി ഇതേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം സർക്കാരും കൂടെ അറിഞ്ഞുകൊണ്ടാണോ അത് കേരളത്തെ മനഃപൂർവ്വം മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണോ വാദിക്കുന്നത്? രണ്ട് ചോദ്യമായി. ഒന്ന് ശാക്തീകരണത്തെ കുറിച്ച് ചോദിച്ചു. അതെ അതെ. ഒരു ഫ്ലോലെസ് റെമഡി ഒന്നും ഇല്ല. റിപ്പയർ ചെയ്ത് ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞാലൊക്കെ, അതായത് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് വെള്ളത്തിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്നത്? അതിലിപ്പോൾ ഇവർ പറയണത് കേബിൾ ആങ്കറിങ്, ചെറിയ ഹോളുകൾ നിർമ്മിച്ച് കുറേയധികം ഉരുക്കുവടങ്ങൾ കേബിൾ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ മേളിലെ റോഡിന്റെ പാത്തിയിൽ അതേ വലിപ്പത്തിൽ കാപ്പിംഗ്, പ്ലാസ്റ്ററിങ്. യെസ്, പ്ലാസ്റ്ററിങ്. കേബിൾ ആങ്കറിങ് ഡാമിൻ്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുറന്നിട്ട് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഏർപ്പാടാണ്. അതെ. അത് ഇടവിട്ടാണ് 5-10 മീറ്റർ അകലത്തിലാണ് ഇത് ചെയ്യണേ. ഇടവിട്ട് ഡാമിൻ്റെ മൊത്തം നീളം കണക്കാക്കി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് ഇത് സുർക്കി കൊണ്ടുണ്ടാക്കിയ ഡാമാണ്. സുർക്കിയും കരിങ്കല്ലും. അതൊരു ഗ്രാവിറ്റി ഡാം അല്ലേ ഇത്? നമ്മുടെ മുല്ലപ്പെരിയാർ എല്ലാ ഡാംസും പഴയ ഡാംസും എല്ലാ ഡാംസും തകർന്ന 90% ഡാംസും ഗ്രാവിറ്റി ഡാംസ് ആണ്. ഗ്രാവിറ്റി ഡാംസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ ഭൂഗർത്തം കൊണ്ട് ബലം കൂടുന്തോറും നിലനിൽക്കുന്ന ഒരു ഡാമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കണക്കാക്കുന്നത്. ബലം കൂടുമെന്നല്ല, ബലം കൂട്ടിക്കാനായിട്ട് കരിങ്കൽ എന്ന് പറഞ്ഞ സംഭവം വെള്ളത്തിനിടയിൽ എത്ര കാലം കടന്നാലും അതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. പല ആസിഡിൽ മുക്കി വെച്ച് നോക്ക്. അതെ, വെള്ളം ആസിഡ് ഇപ്പൊ കിടക്കുന്ന ആസിഡിലല്ലല്ലോ, ആസിഡിലാണ്. അതായത് ഇത് ലൈം എന്ന് പറയുന്ന ചുണ്ണാമ്പ് വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. പക്ഷെ ഈ പറയുന്നതെല്ലാം ഈ നിമിഷം വരെയും തെറ്റാണെന്ന രീതിയിലാണല്ലോ. ഈ ജയന്റ് ആയിട്ട് നിൽക്കുന്ന ഡാമിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊരു നഗ്ന സത്യമല്ലേ, ഒരു ഫാക്റ്റ് അല്ലേ? മുല്ലപ്പെരിയാർ ഡാമിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതിന് ഒരു കല്ലുപോലും അടർന്നു വീണ് ആർക്കും അതിന്റെ പരിസരവാസികൾക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പൊ ഒരു 19 വയസ്സുണ്ടാവും ഇല്ലേ? അല്ല, ഇനി 90 വയസ്സായി. ശാരിക 90 വയസ്സ് വരെ മരിച്ചിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും മരിക്കില്ല. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കണേ? മരണം എല്ലാവരും നമ്മൾ ജനിക്കുമ്പോഴേ മരണത്തിലേക്കാണല്ലോ നടക്കുന്നത്. അതും മുല്ലപ്പെരിയാറുമായിട്ട് എന്താണ് ബന്ധം? അവിടെ അതിന്റെ ആൻസർ ഉണ്ട്. മനുഷ്യൻ മരിക്കും, മനുഷ്യനിർമ്മിതങ്ങളായ സകലതും നശിക്കും. അത് ശരി തന്നെ, അത് അംഗീകരിക്കുന്നു. നമ്മുടെ ഇവിടെ ഒരു ഡാം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ജസ്വന്ത് സാഗർ ഡാം. അത് തകരുമെന്ന് പലരും പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മലയാളികൾ പറയണം. മലയാളികളെ കുറിച്ച് അറിയാലോ അല്ലേ? അറിയാം. തമിഴിന്റെ അത്രയും ബുദ്ധിയില്ലാത്ത ഒരു വർഗം ആണോ? അപ്പൊ ഈ മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, ഇപ്പം മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവിടെയുള്ള ആൾക്കാർ ജസ്വന്ത് സാഗർ ഡാമിന്റെ അടിയിലുള്ള ആൾക്കാർ പറഞ്ഞതാ. എന്ത് ഡാമോ? അതൊന്നും പൊട്ടൊന്നുമില്ല, ഇത്ര നാളെ നിന്നില്ലേ, 117 കൊല്ലം നിന്നില്ലേ, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അതെന്ത് ഡാമാണ്? മേസൺറി ഡാം, ഗ്രാവിറ്റി, പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞല്ലോ, ഗ്രാവിറ്റി ഡാം, അതും സുർക്കി വിസ്തൃതം കൊണ്ടുണ്ടാക്കി പഴയ ഡാമല്ലേ, 118 വർഷം പഴക്കമുള്ള ടെക്നോളജി ഇതൊക്കെ തന്നെയാണ്. കയ്യാല കെട്ടുന്ന പോലെ ഡാം കെട്ടും. അതാണ് 118ാമത്തെ വർഷം തകർന്നടിഞ്ഞു. ഒരു കല്ലുകൂമ്പാരം എങ്ങനെ പുറത്തേക്ക് വരും അതുപോലെ തകർന്നു വീണ്. ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒരു കല്ലിൻ്റെ സ്ട്രക്ചറാണ്. സുർക്കിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി, സുർക്കിയെല്ലാം പോയി, വലിയ പൊത്തുകൾ രൂപപ്പെട്ട് ഒരു ലോറി അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്താം.
അപ്പൊ കല്ലിന്റെ ഒരു കൂമ്പാരമാണ് ഇതിന്റെയൊക്കെ ആധികാരികത ആരാണ് ഇതെല്ലാം പറയുന്നത്? ഈ ഇത് ലോറിയുടെ അവിടെ തന്നെയുള്ള ദ്വാരത്തിൽ അവിടത്തെ തന്നെ ഈ പറഞ്ഞ എംപവേർഡ് കമ്മിറ്റി, ലോകത്തിൽ അങ്ങനെ കമ്മിറ്റികളൊക്കെ ഈ ഡാമിന് മാത്രമേ ഉള്ളൂ. ഡാം നിയന്ത്രിക്കേണ്ടത് ഡാം മാനുവൽ അനുസരിച്ചാണ്. അതിന് ഒരാൾ മതി. ഡാം മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്തതിന് ഒരാൾ മതി സൂപ്പർവൈസ് ചെയ്യാൻ. ഇതുപോലെ എംപവേർഡ് കമ്മിറ്റി, അതിൽ 3 ജഡ്ജസ്, 2 സിവിൽ എഞ്ചിനീയേഴ്സ്, അതിൻ്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റി, ഇതൊക്കെ പിരിച്ചുവിടണം. അപ്പോൾ സാറ് പറയുന്നല്ലോ ഈ മലയാളികൾ മണ്ടന്മാരാണ്, അതായത് ഈ പറയുന്ന തമിഴ്നാടിൻ്റെ അത്രയും ബുദ്ധിയില്ല. അപ്പോൾ ഇങ്ങനെ കേൾക്കാത്ത ബുദ്ധിയില്ലാത്തവരെ സാറെന്തിനാണ് ഇങ്ങനെ ഉപദേശിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇവർക്ക് വേണ്ടി കിടന്ന് ബഹളം വെച്ച് എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ ഒരു മനസ്ഥിതി ഉള്ളത്? ഞാനിവരെ ഉപദേശിക്കില്ല. കാരണം ഇവരെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഈ ബുദ്ധിയില്ലാണ്ടാവണം എങ്ങനെയാണെന്നറിയോ? ജനിച്ചപ്പോഴേ ബുദ്ധിയില്ലാണ്ടായതല്ല. ബുദ്ധിയുടെ മേലെ വേറെ ചില കാര്യങ്ങൾ തലച്ചോറിലേക്ക് തള്ളിക്കയറ്റി. നമുക്ക് ഇവിടെ രാഷ്ട്രീയമുണ്ട്. എവിടെയാ രാഷ്ട്രീയം തുടങ്ങി? സ്കൂളിൽ നിന്ന് കിട്ടുന്ന രാഷ്ട്രീയം തലച്ചോറിൽ കയറുന്നതോടുകൂടി തലച്ചോറിന്റെ പ്രവർത്തനം നിൽക്കും. അപ്പൊ എല്ലാവരും കൊച്ചുകുട്ടികൾ വരെ രാഷ്ട്രീയക്കാരെന്നാണ് താങ്കൾ പറയുന്നത്? കലാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ രാഷ്ട്രീയം നിരോധിക്കണം. അപ്പോ ഫ്രീ ആയിട്ട് വളരും മക്കള്. പക്ഷേ ഈ കലാലയ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് കുറെ അവകാശങ്ങളും ഈ രാഷ്ട്രീയം കൊണ്ട് തന്നെ, ഇപ്പോൾ അവര് അഴിമതി ഉണ്ട് ഇല്ലെന്ന് പറയില്ല, എങ്കിലും ഈ മാറുമറയ്ക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നേടിത്തുന്ന ഒരുതരം സമരമുഖത്തിലൂടെയല്ലേ? മാറുമറയ്ക്കാതെ സമരോ? മാറുമറയ്ക്കാൻ, അതുപോലെ വൈക്കം സത്യാഗ്രഹം, അങ്ങനെ കുറെ അവകാശങ്ങൾ നമുക്ക് നേടിത്തന്നത് സമരങ്ങളിലൂടെയല്ലേ? പലവിധ, അത് പൊളിറ്റിക്കൽ ആവാം, അല്ലാതെ എന്തായാലും ഒരു കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് അതെല്ലാം നേടിയെടുത്തത്. അല്ല, മാറുമറയ്ക്കാനുള്ള അവകാശം നേടിയെടുത്തത് ഒരു സ്ത്രീയുടെ സ്ട്രഗിളാണ്. അവരുടെ കൂട്ടത്തിൽ ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയണ്ട. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്ത്രീ അവളുടെ മാനാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി രണാങ്കണത്തിൽ ഇറങ്ങിയതാണ് ആ സമരം. ആ ഒരു വിഷയം വിജയിക്കാൻ സാധിച്ചത്. അത് തന്നെ ഞാൻ പറയണത്. കേരളത്തിലെ അവനവൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി കേരള മാതൃത്വം തെരുവിലിറങ്ങണമെന്നാണ് ഞാൻ പറയണം. ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിന്ന് എടുത്ത് ദൂരെ കളയണം, ദൂരെ എറിഞ്ഞു കളയണം. ഞങ്ങളുടെ മക്കളെ കൊല്ലാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. ആ സമരം ഇപ്പോഴാ വേണ്ടത്. അന്ന് മാറല്ലേ പ്രശ്നം, ഇന്ന് ജീവനാ പ്രശ്നം. മാറാണോ ജീവനാണോ വലുത്? ഏതാ വലുത്? ശാരിക പറയൂ. ജീവൻ വലുത് തന്നെ, പക്ഷെ ജീവഹാനി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുന്നത് ഒരു ശരിയായ ഇപ്പൊ തന്നെ താങ്കളുടെ ഈ നമ്മുടെ വയനാടിന്റെ ഒരു സംഭവം നടന്നല്ലോ, ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് ഈ വയനാടിന്റെ ദുരന്തം ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, ചൂരൽമര, അങ്ങനെ ഒരുപാട് ജീവൻ തുടച്ചു നീക്കപ്പെട്ടു, സ്കൂൾ ഉൾപ്പെടെ. അതിൽ നമ്മുടെ നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം. അതിന് മുമ്പുണ്ടായ ഒരു ദുരന്തമാണ് 2018 പ്രളയം. നമ്മളും പ്രതീക്ഷയില്ല, ഒരിക്കലും കേരളീയർ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നും ഇതുപോലെ ആൾക്കാർ വിറങ്ങലിച്ച് നിന്നു, നിപ്പ, ഇതിനെല്ലാം ഈ സന്ദർഭങ്ങളിലെല്ലാം താങ്കളാണ് ഇതിന് 2018 മുതൽ എനിക്കെന്നല്ല ഒരുവിധപ്പെട്ടവർക്ക് താങ്കൾ ആരാണെന്ന് അറിയില്ലായിരുന്നു 2018 വരെ. 2018 ശേഷമാണ് മുല്ലപ്പെരിയാർ. ഇതിനു മുമ്പ് മുല്ലപ്പെരിയാർ നമ്മുടെ BJ ജോസഫ് സാറ് മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ തൊടുപുഴക്കാരൻ. പക്ഷെ താങ്കൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്ന് ഇപ്പോൾ പൊട്ടും, അല്ലെങ്കിൽ ഇത് ഉടനെ തന്നെ ഇത് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നൊരു വാദവുമായിട്ട് താങ്കളാണ് 2018 തൊട്ട് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് മുമ്പ് ഒരാൾ ഇറങ്ങിയായിരുന്നു, എന്നാലും BJ ജോസഫ്, ശ്രീ പിണറായി വിജയൻ, പ്രതിപക്ഷത്തുള്ള ആളുകളും. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെല്ലാം മതില് കെട്ടിയത്. അതൊന്നും ശാരിക കണ്ടില്ല? അല്ല, അതൊക്കെ കണ്ടു. അത് കണ്ടിട്ട് പേടി തോന്നിയില്ലേ? പേടി തോന്നാൻ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേടിക്കേണ്ട കാര്യം എന്താണ് ഇതിനകത്തുള്ളത്? നമ്മളിപ്പോ പേടിച്ച് സുപ്രീം കോടതി ചോദിച്ചു, പഴയ ഡാമിന് പകരം ഒരു പുതിയ ഡാം പണിതുകൂടെ? നിങ്ങൾ ഈ 130. എന്നിട്ട് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഡീകമ്മീഷൻ ചെയ്യാൻ സമ്മതിക്കാത്തത്? സുപ്രീം കോടതിയിൽ ഡീകമ്മീഷൻ നടത്താൻ കേരള ഗവൺമെന്റ് പറയണ്ടേ? എന്താ കേരള ഗവൺമെന്റ് ചെയ്യാത്തത്? അത് കേരള ഗവൺമെന്റിനോട് ചോദിക്കണം. അപ്പൊ കേരള ഗവൺമെന്റ് ജനങ്ങളെ, അതായത് നമ്മുടെ സർക്കാരുകൾ, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മുടെ ജനത്തെ മുക്കിക്കൊല്ലാൻ ഇരിക്കുന്നവരെന്നാണോ താങ്കൾ പറയുന്നത്? ഇത് ശാരിക പറഞ്ഞു കഴിഞ്ഞു. താങ്കളാണ് ചോദിച്ചത്. അതായത് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എന്താണ് ഉത്തരം? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആയിരിക്കും അല്ലേ എന്നാ ചോദ്യം. അങ്ങനെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ അതാണ് ഉദ്ദേശിച്ചത്? അതന്നെ, അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോ ചോദ്യത്തിൽ അങ്ങനെയാണ് എന്ന് പറയാലോ. ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, വയനാട്ടിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി, പ്രഡിക്റ്റബിൾ ആയിരുന്നു, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്തെന്ന് പലരും പറയുന്നു. അത് ഇതിന് ശേഷം പല
ചാനലുകളിലും വാർത്ത വന്നു, നേരത്തെ അവർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേന്ദ്രം പ്രഡിക്റ്റ്, അങ്ങനെ 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 കുറെ റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു. റൂമേഴ്സ് ഒന്നുമല്ല, മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ്. മാധവ് ഗാഡ്ഗിന് ഇപ്പൊ നല്ല വയസ്സ് പ്രായമുണ്ട്. ഓക്കെ, ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വലിയ ദുരന്തം സംഭവിക്കും, എന്റെ ജീവിതകാലത്ത് തന്നെ അതെനിക്ക് കാണാൻ പറ്റുമെന്നാ പറഞ്ഞത്. ഓക്കെ, 5-6 വർഷത്തിനുള്ളിൽ നടക്കും എന്നാ പറഞ്ഞത്. നടന്നുകൊണ്ടിരിക്കല്ലേ ദുരന്തങ്ങൾ. ഇപ്പോ ഈ പറയുന്ന പോലെ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ മഴയായിട്ടും നിപ്പയായിട്ടും കൊറോണയായിട്ടും എല്ലാം ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ദുരന്തം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ 2018 പ്രളയം, അത് പ്രകൃതി ദുരന്താണോ? പ്രളയം പ്രകൃതി ദുരന്തമല്ലേ? അല്ല, പിന്നെന്താണ്? മഴ പെയ്തു, എല്ലാ ഡാമുകളും നിറച്ചു നിർത്തി. ഡാമുകൾ എന്തിനാണെന്നറിയോ? എന്തിനാണ്? ഈ ഡിസാസ്റ്റർ വരാതിരിക്കാൻ വേണ്ടി വെള്ളം സംഭരിച്ചു നിർത്താനാണ് ഡാം. അത് ശരി. അല്ലാണ്ട് ഡാമിലെല്ലാം വെള്ളം വൈദ്യുതി ഉൽപാദനം അതൊന്നും വേണ്ടിയിട്ടല്ല, ജലസേചനം. അതും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഞാൻ ഒരു ലക്ഷ്യം ഞാൻ എന്റെ അറിവ് അങ്ങനെയായിരുന്നു, ജലവൈദ്യുതിക്ക് വേണ്ടിയിട്ടാണ് ഡാമുകൾ. അത് ഒരു ലക്ഷ്യം. അതെ. പിന്നെ രണ്ടാമതൊരു ലക്ഷ്യം കൂടി ശാരിക പറഞ്ഞു, ഇറിഗേഷൻ. മൂന്നാമതൊരു ലക്ഷ്യമുണ്ട്, പ്രളയം തടയുക. ഓക്കെ, ഇവരെന്താ ചെയ്തെന്നറിയോ? ഇവര് എല്ലാ ഡാമുകളും, കേരളത്തിലെ മൊത്തം ഡാമിൽ വെള്ളം നിറച്ചു വെച്ചു. പക്ഷെ അന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴ ആയിരുന്നല്ലോ. കുറേശ്ശെ വിട്ടാ പോരെ, മഴ പെയ്യുന്നു. IMD പ്രഡിക്ഷൻസ് ഉണ്ട് ഇപ്പോഴും ഇല്ല. IMD പ്രഡിക്ഷൻ കഴിഞ്ഞ ആഴ്ച മഴ പെയ്യുന്ന. സാധാരണഗതിയിൽ കാലാവസ്ഥാ പ്രവചനം എല്ലായ്പ്പോഴും തെറ്റുകയാണ്. 2018 ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇപ്പൊ ഒന്നും ഈ മാസം മഴ പെയ്യുന്ന പറഞ്ഞാൽ 5 ദിവസത്തേക്ക് വെയിലായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്രാവശ്യത്തെ പ്രഡിക്ഷൻസ് എല്ലാം ഇപ്പൊ IMD പ്രഡിക്ഷൻ പണ്ട് ആകാശത്ത് നോക്കിയൊന്നും പറയണ പോലെ അല്ല, തികച്ചും ശാസ്ത്രീയമായ ആക്യുറേറ്റ് ആണ് കുറെയൊക്കെ. അവിടുന്ന് കാറ്റ് വരുമ്പോ തന്നെ ഇവിടെ മഴ പെയ്യുമെന്ന് അവർക്കറിയാം. അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോ ഇവിടെ മഴ പെയ്യുമെന്ന് അറിയാം. അതൊരു ശാസ്ത്രീയമായിട്ട് തന്നെ പറയണേ. പിന്നെ അപൂർവമായിട്ട് ചില മാറ്റങ്ങൾ വരും, അത് അങ്ങനാണ്. അപ്പൊ IMD പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു, മഴ കനക്കും എന്നുള്ള പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്താ ചെയ്യണേ? ഡാമിൽ വെള്ളം കുറച്ച് നിർത്തും, എന്നിട്ട് മഴയുടെ തോതനുസരിച്ച് കുറേശ്ശെ തുറന്നു വിട്ടുകൊണ്ടേയിരിക്കും. അതാ ചെയ്യേണ്ടിയിരുന്നത്. അതിന് ഇവർ ചെയ്തത് എന്താണ്? നിറയെ എല്ലാ വെള്ളം മുഴുവനും ഡാമിൽ നിറച്ചു നിർത്തി. എന്നിട്ട് മനുഷ്യർ പാതിരാത്രി കിടന്നുറങ്ങണ സമയത്ത് തുറന്നങ്ങോട്ട് വിട്ട്. സർക്കാരിൻ്റെ കണക്കിൽ 450ഓളം പേര് ഒഴുകിപ്പോയി. ആ കൂടെ അനൗദ്യോഗിക കണക്കിൽ 1500ഓളം പേര് മരിച്ചിട്ടുമുണ്ട്. ഇപ്പൊ തന്നെ കണക്ക് വല്ലതും ഉണ്ടോ? മുണ്ടക്കയിലും ചൂരൽമലയിലും എത്ര എണ്ണം മണ്ണിന്റെ അടിയിൽ കിടക്കണം? എങ്ങനെ വന്നാലും ഒരു 5000 ആൾക്കാരുണ്ടാവുമായിരിക്കാം അതിന്റെ അടിയിൽ. ഇപ്പൊ കണ്ടെത്തിയത് ദുരിതാശ്വാസ ക്യാമ്പിൽ 1500 പേരോളം അല്ലേ ഉള്ളൂ. തിരിച്ച് മൃതദേഹങ്ങൾ കിട്ടിയത് ഇത്രയ്ക്ക് പേരല്ലേ കിട്ടിയിട്ടുള്ളൂ. ഭയം തോന്നുന്നില്ലേ ശരിക്ക്? ഭയം തീർച്ചയായിട്ടും ഉണ്ട്. ലാൻഡ് സ്ലൈഡിങ് അല്ലെങ്കിൽ ദുരന്തം ആര് വരുത്തിയ ഭയമാണെന്ന് ശരിക്ക് പറയാൻ പറ്റുമോ? ഈ പ്രകൃതി ദുരന്തങ്ങള് നമ്മൾ ഭയപ്പെടണം. ഇപ്പോഴാണ് ഇപ്പൊ ഭയം തോന്നുന്നു പറഞ്ഞു. അതായത് ലാൻഡ് സ്ലൈഡിങ്, ഭൂകമ്പം, അതുപോലെ പ്രളയം, ഇതെല്ലാം നമുക്ക് ഭയപ്പെടുത്തും. തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നതാണ്. മഴ കാണുമ്പോൾ ഇപ്പൊ എനിക്ക് ഭയമുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഭയം തോന്നുന്നു ശാരിക പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? അത് നമ്മുടെ 2018 പ്രളയം ഓർമ്മ വരും എനിക്ക്. കാരണം വെള്ളം നിറഞ്ഞ എല്ലായിടത്തും. അതുകൊണ്ട് 2018 പ്രളയം ഇവര് മനഃപൂർവ്വം ഡാം തുറന്നു വിട്ട പോലെ ഇനിയും എന്തെങ്കിലുമൊക്കെ മനഃപൂർവ്വം ചെയ്തു വെക്കും. അതുകൊണ്ട് പേടിക്കണം, അങ്ങനെയാണോ? അല്ല, 2018 പ്രളയം ഡാം തുറന്നു വിട്ടുകൊണ്ട് മാത്രമല്ല, അത് അതിശക്തമായ മഴ, അത് അത്രയും വർഷകാലത്തിനുള്ളിൽ സംഭവിച്ച അതിശക്തമായ ന്യൂനമർദ്ദം, ചക്രവാത ചുഴികളുടെ ഭാഗമായിട്ടാണ് അന്ന് മഴയുണ്ടായെന്നാണ് എന്റെ ഒരു അറിവ്. മഴ ഉണ്ടാവട്ടെ, അതെ, അത്രയും മഴ ഉണ്ടായിട്ടില്ലല്ലോ. മഴ ഉണ്ടായിക്കോട്ടെ. ഡാമുകൾ എന്തിനാണ്? ഈ മഴവെള്ളം തടഞ്ഞു നിർത്തി പ്രളയമുണ്ടാവാതെ സൂക്ഷിക്കാനാണ് ഡാമുകളുടെ ഒരു ഉദ്ദേശം. അത് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ശാരിക പറയണ അങ്ങനെ ഇനിയും കഴിയാതെ വന്നാൽ നമ്മുടെ കാര്യം കട്ടപ്പോകാം. അതുകൊണ്ടല്ലേ ഭയം തോന്നുന്നത്. ഇവിടെ ഇരുന്ന് പറ, എന്നെ ശാരിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, വേണ്ട. എനിക്ക് എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ പൊട്ടാത്തൊരു ഡാമിനെ കുറിച്ചാണ് സാർ ഇങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പിച്ച് പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഞാൻ സാറിനെ കുറിച്ചും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ
വരാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ജനങ്ങളെ പാനിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ആരാണ് മൈക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത്. ഇപ്പൊ പൊട്ടും അല്ലെങ്കിൽ ജലബോംബ് ഉണ്ടാകും, ഹിരോഷിമയെക്കാളും 108 മടങ്ങ് 150 മടങ്ങ് ജനങ്ങളിലേക്ക് അത് എത്തും എന്നൊക്കെ പറയുമ്പോൾ അത് 1940-കളിലെ അല്ലെങ്കിൽ 1918-കളിലെ മഹായുദ്ധത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത്രയും ഘോരമാണെന്ന് പറയുമ്പോൾ അത്രയും ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് താങ്കൾ തന്നെ പറയുന്ന ഒരു മണ്ടന്മാരാണ്, ഒരു കേക്കില്ലെന്ന്. അപ്പൊ പിന്നെ ഈ കാണിക്കുന്ന പ്രഹസനത്തിന്റെ അർത്ഥം എന്താണ്? ഈ ഹിരോഷിമയില് അമേരിക്ക ഇട്ട ബോംബിന്റെ 180 ടൈംസ് സാർ തന്നെ അത് പറഞ്ഞാണ് ഒരു ചാനൽ. എന്തുവരെയും പഠിച്ചു ശാരിക? എന്തുവരെ പഠിച്ചു? ഞാൻ MA ലിറ്ററേച്ചർ ആണ്. ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലേ? അതെ. ഇതൊരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയാൻ പറ്റും. അതായത് 850 മീറ്റർ ഉയരത്തില് 15 TMC വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പറയാൻ പറ്റും. അതേ ഞാൻ പറഞ്ഞോളൂ. അത് കേൾക്കുമ്പോൾ പാനിക്കാവണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവനാണ്. ബുദ്ധിയുള്ളവൻ ചിലപ്പോൾ പാനിക്കാവുമായിരിക്കും. ഒരു മൂർഖൻ പാമ്പ് ഈ മുറിയിലുണ്ട്, നിങ്ങൾ പാനിക്കാവരുത്, നിങ്ങൾ കട്ടിലേ കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല. ഞാൻ കട്ടിലേ കയറി കിടന്ന് ഉറങ്ങാനല്ല, ഒന്നെങ്കിൽ ഞാൻ പുറത്ത് കിടക്കും അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും. ഇത് ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ കരിങ്കൽ കെട്ട് ഈ തലയ്ക്ക് മുകളിൽ ചുമക്കണേ? എന്ത് ഉപകാരമുണ്ട്? നിങ്ങൾക്ക് പണം കിട്ടുന്നില്ല. നിങ്ങളുടെ നദി അറബിക്കടലിൽ പതിക്കേണ്ട നിങ്ങളുടെ നദി ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നു. ഭരണാധികാരികൾക്കും പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങളൊരു ഡാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇടുക്കി ഡാം. അത് വെറുതെ കിടക്കണ്, വെള്ളമില്ലാഞ്ഞിട്ട്. അവിടെ ഉൽപാദന നഷ്ടം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? മുല്ലപ്പെരിയാർ ഡാമും കൊണ്ട് 5ന്റെ പൈസ നിങ്ങളുടെ ഖജനാവിൽ വരുന്നില്ല. 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി വലിയ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാക്കി വെച്ചിരിക്കുന്ന ഇടുക്കി ഡാമിന് ഉൽപാദന നഷ്ടം. എന്തിനാണ് ഇത്ര അടിമകളായിട്ട് ഈ നാട്ടിലെ ജനം ജീവിക്കുന്നത്? മാനാഭിമാനത്തോടെ ജീവിച്ചുകൂടെ? വള്ളോക്കാനാതിരിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ചാവേർ എന്ന് പറഞ്ഞ വാക്ക് ലോക നിഘണ്ടുവിലേക്ക് കൊടുത്തത് ഈ മലയാളത്തിന്റെ മണ്ണാണ്. ആത്മാഭിമാനത്തിന് വേണ്ടി സ്വന്തം ആൺമക്കളെ 18ഉം 19ഉം വയസ്സുള്ള ആൺമക്കളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, രക്തത്തിലകം ചാർത്തി ഈ നാടിന്റെ മാനം രക്ഷിക്കുക അല്ലെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടത് ഈ നാട്ടിലെ സ്ത്രീത്വമാണ്. അവരുടെ തലയിലാണ് ഈ 130 വർഷം പഴക്കമുള്ള ഇതെടുത്ത് മാറ്റി പുതിയതൊന്ന് പണിതുകൂടെ സുപ്രീം കോടതി ചോദിച്ചു. ഇതെടുത്ത് മാറ്റി ഇതിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാണെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഞാൻ പറഞ്ഞു തരട്ടെ, ഇത്ര നേരം ഞാൻ കേട്ടു, ഞാൻ പറഞ്ഞു തരട്ടെ. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിനൊത്ത് ഉയരാത്തതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തരം ജനങ്ങളാണെന്ന് ദേവഗൌഡാജി ചോദിച്ചു, മുൻ പ്രധാനമന്ത്രി. ഇതുവരെ പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത, ഇതുവരെ പൊട്ടാത്ത ഒരു കല്ലുപോലും അടർന്നു വീഴാത്ത ഡാമിനെ കുറിച്ചല്ലേ സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ ഞാൻ പറഞ്ഞത്. 118 വർഷം പഴക്കമുണ്ടായിരുന്ന ജസ്വന്ത് ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. ചൈനയിലെ ബാങ്കിയോ ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. 36 ഡാമും ഇന്ത്യയിൽ തകർന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്ന് കരുതി മുല്ലപ്പെരിയാർ തകരണമെന്നുണ്ടോ? തകരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റാസ്, നമ്മുടെ കയ്യിലുള്ള എക്സ്പേർട്ട് റിപ്പോർട്ട്സ്. ഐക്യരാഷ്ട്ര സംഘടന അക്കാഡമിക് വിങ് ഇവിടെ വന്ന് പഠിച്ച് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. IIT റൂർക്കി പറഞ്ഞില്ലേ, ഇത്ര ഏജൻസികൾ പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതികൾ പറഞ്ഞു. എല്ലാം പോട്ടെ, ഒരു റിപ്പോർട്ടും എടുക്കണ്ട. ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്. ഇവിടെ ഏത് നിമിഷവും റിക്ടർ സ്കെയിലിൽ 7 വരുന്ന ഭൂകമ്പം ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടും ജനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാ? ജനങ്ങളുടെ വഴിക്ക് പോട്ടെ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അതെ. അപ്പൊ സാർ ഈ പറയുന്നത് നിർത്തണ്ടേ? ഞാനാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ജീവനുള്ള കാലത്ത് നിർത്തൂല. കാരണം എൻ്റെ മുമ്പിൽ മുണ്ടക്കൈയിൽ ഒരു കൈ 1 കിലോമീറ്റർ അകലത്തിലും ഇപ്പൊ ഈയിടെ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഒരു ശരീരം കിലോമീറ്റർ അകലെ പോയിന്ന്. എത്ര ശക്തിയുള്ള ഭൂകമ്പമായിരിക്കണം? വെറും ഉരുൾപൊട്ടലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കിലോമീറ്ററുകൾക്കകലെ ഒരു ശരീരം പോയി കിടന്നു എന്ന്. ആ മനുഷ്യനും അമ്മയുണ്ട്, ആ മനുഷ്യനും അച്ഛനുണ്ട്, ആ മനുഷ്യനും സഹോദരങ്ങളുണ്ട്, ആ മനുഷ്യനും വൈകുന്നേരം ആകുമ്പോൾ മിഠായി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട്, ഇല്ലേ? അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ. അതിന് എന്ത് പ്രതിബന്ധം വന്നാലും എനിക്കൊരു ചുക്കൂല.
കാരണം ഈ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ ചെയ്തുകൊണ്ട് എന്റെ പ്രശസ്തിയൊക്കെ 2000 കൊല്ലം മുമ്പ് എന്തോരം ആളുകൾ ജീവിച്ച് എന്തോരം ആളുകൾ പ്രസിദ്ധരായിരുന്നു. ഈ പ്രസിദ്ധിയൊക്കെ എത്ര കാലം നിൽക്കും? പ്രസിദ്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്, പൈസയെക്കാളും മരണത്തിനപ്പുറം നിലനിൽക്കും. അതാ പറഞ്ഞേ, നമുക്ക് എത്ര നാളത്തെ ചരിത്രമുണ്ട്. ഫറവോന്മാര് അവിടെ ജീവിതകാലത്ത് വളരെ പ്രസിദ്ധരായിരുന്നു. ആ പ്രസിദ്ധിക്ക് പുല്ല് വില പോലും ഇന്നത്തെ കാലത്ത് ഇല്ല. കാരണം എന്താണ്? ഏത് ഫറവോ എന്തോ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് മനുഷ്യ ജീവിതം നശ്വരമാണെന്നും പണത്തിനോ പ്രശസ്തിക്കോ ഒന്നുമില്ല, ഒന്നും മനുഷ്യന് ജീവിതം ചെയ്യാൻ പറ്റൂല. മരിച്ചു കിടക്കുമ്പോൾ ഈ പ്രശസ്തി കൂടെ വരില്ല, ഈ പണം കൂടെ വരില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഹോട്ട് സീറ്റിൽ വന്നിരിക്കുകയും താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സർ.